ഇത് ഓണം സീസൺ ആണല്ലോ അല്ലേ? നമുക്ക് സീസണൽ ബിസിനസ് എങ്ങനെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാം എന്ന് നമുക്കിന്ന് നോക്കാം. ഇതൊരു റെസിപ്പി ക്ലാസ് അല്ല. ഇതിൽ ഞാൻ പഠിപ്പിക്കുന്നത് ഫെസ്റ്റിവൽ വന്നാൽ കൂടുതൽ ഓർഡേഴ്സ് എടുക്കുക എന്നല്ല, ഒരു സീസണൽ ഓപ്പർച്യൂണിറ്റിയെ ബിസിനസ് സ്ട്രാറ്റജിയാക്കി മാറ്റുന്നത് എങ്ങനെയെന്നാണ്. ഇന്ന് നമ്മൾ ഓണം ആഘോഷിക്കുന്ന ദിവസമാണ് അല്ലേ? കേരളത്തിലെ എല്ലാവരുടെയും ദേശീയോത്സവമായതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥർ എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം. അപ്പം ഈ സമയത്ത് ആളുകളുടെ വാങ്ങിക്കാനുള്ള ആ ഒരു ആഗ്രഹം, വീട്ടിൽ ആഘോഷങ്ങളുണ്ടാകും, ഗസ്റ്റുകൾ വരും, ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും, ഫാമിലി ഗ്യാതറിങ്സ് ഉണ്ടാകും. അതായത് ഒരു ഹോം ബേക്കറിനെ സംബന്ധിച്ച് ഇതൊരു സ്പെഷ്യൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. പക്ഷേ ഇവിടെ ഒരു മിസ്റ്റേക്ക് പലരും ചെയ്യുന്നുണ്ട്. ഫെസ്റ്റിവൽ വന്നപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും, അതിന് ഒരു പോസ്റ്റർ ഇടും, അതിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കും ഓണം ഓർഡേഴ്സ് അവൈലബിൾ. ഓർഡർ കിട്ടിയാൽ ഉണ്ടാക്കും, അത്രമാത്രം. പക്ഷേ ഒരു എൻ്റർപ്രനറായി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഒരു ഫെസ്റ്റിവലിനെ ഞാൻ എങ്ങനെ ഒരു പ്ലാൻഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആക്കാം? അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇത് ഈ ഓണത്തിന് മാത്രം വേണ്ട സ്ട്രാറ്റജി അല്ല. ക്രിസ്മസ്, ഈസ്റ്റർ, വിഷു, റംസാൻ, വാലന്റൈൻസ് ഡേ, സ്കൂൾ റീഓപ്പണിംഗ്, വെഡ്ഡിങ് സീസൺ, വിത്രോത്തൽ, ബർത്ത്ഡേ ഫങ്ഷൻസ്, ഇതിനെല്ലാം നമുക്ക് ഇങ്ങനെ പല പല ഫങ്ഷൻസ് ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് ഈ സീസണൽ ലൊക്കേഷനും ഏത് സീസൺ ലൊക്കേഷനും ഈ ഫ്രെയിം വർക്ക് നമുക്ക് ഉപയോഗിക്കാം. അതെന്താണെന്ന് നോക്കണ്ടേ? ജസ്റ്റ് മോർ ഓർഡേഴ്സ്. ആദ്യം ഒരു കാര്യം ക്ലിയർ ആക്കാം. ഫെസ്റ്റിവൽ സീസൺ വന്നാൽ ഓർഡേഴ്സ് കൂടിയാൽ മാത്രം ബിസിനസ് വളരുന്നു എന്നില്ല. കാരണം ഓർഡേഴ്സ് കൂടുമ്പോൾ വർക്ക് കൂടും, റോ മെറ്റീരിയൽസ് കൂടും, ഡെലിവറി പ്രോബ്ലംസ് കൂടും, അതോടൊപ്പം മിസ്റ്റേക്സും കൂടാം. പ്രോഫിറ്റ് കൂടണമെന്നില്ല, പ്രോഫിറ്റ് കുറയാം. അതുകൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് മോർ ഓർഡേഴ്സ് അല്ല, ബെറ്റർ പ്ലാൻഡ് ഓർഡേഴ്സ്. ഇതാണ് ഡിഫറൻസ്. ഒരു ഫെസ്റ്റിവൽ ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 3 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കണം. 1, ഞാൻ എന്ത് സെല്ല് ചെയ്യും? അതിൻ്റെ ആവശ്യക്കാരാരാണ്? എത്രമാത്രം ക്വാണ്ടിറ്റി എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും? എനിക്കത് എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ ചെയ്യും? ഈ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിന് ഓഫർ ഉണ്ടാക്കാനും അത് പ്രൊഡക്ഷനിലേക്ക് പോകാനും. പിന്നെ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുക. നമ്മൾ സാധാരണ പ്രൊഡക്റ്റിൽ നിന്ന് തുടങ്ങും. എനിക്ക് കേക്ക് ഉണ്ടാക്കാം, എനിക്ക് ബ്രൗണീസ് ഉണ്ടാക്കാം, എനിക്ക് കുക്കീസ് ഉണ്ടാക്കാം. പക്ഷേ സീസണൽ ബിസിനസ്സിൽ ആദ്യം ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, കസ്റ്റമർ ഈ ഒക്കേഷനിൽ എന്താണ് വേണ്ടത്? ഓണം എക്സാമ്പിൾ എടുക്കാം. ഒരാൾക്ക് വീട്ടിലെ ഫാമിലി ഗ്യാതറിങ്ങിന് ഡെസേർട്ട് വേണമായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഗിഫ്റ്റിങ്ങിന് പറ്റിയ സാധനങ്ങളായിരിക്കും വേണ്ടത്. ഇനി വേറൊരാൾക്ക് ഓഫീസ് സെലിബ്രേഷനുള്ള കാര്യങ്ങളായിരിക്കും, മറ്റൊരാൾക്ക് കുട്ടികളുടെ ഓണം ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരേ കസ്റ്റമർ അല്ല, ഒരേ നീഡും അല്ല. അതിനാൽ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒക്കേഷൻ അനുസരിച്ച് കസ്റ്റമറിനെ കണ്ടെത്തുക, കസ്റ്റമറിൻ്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം പ്രൊഡക്റ്റിലേക്ക് പോവുക. ഈ ഓർഡറിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് നമുക്ക് ബിസിനസ്സിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, 1 പ്രൊഡക്റ്റ് അല്ല 1 ഓഫറാണ് വേണ്ടത്. ഇവിടെയാണ് നെക്സ്റ്റ് ലെവൽ തിങ്കിങ് നമ്മൾ ചെയ്യുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് കേക്ക് ആണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു 800 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു ഓഫർ. ഫാമിലി സെലിബ്രേഷനായി ഒരു കംപ്ലീറ്റ് ഡെസേർട്ട് ഓപ്ഷൻ. പ്രൊഡക്റ്റ് മാത്രം സെല്ല് ചെയ്യുമ്പോൾ പ്രൈസ് കമ്പാരിസൺ ആണ് കൂടുതലായി വരുന്നത്. ഓഫർ ഉണ്ടാക്കിയാൽ വാല്യൂ കമ്പാരിസൺ ആകും. ഉദാഹരണത്തിന് ഒരു ഹോം ബേക്കറിന് സെലിബ്രേഷൻ ഓഫർ, ഫാമിലി ബോക്സ്, ഗിഫ്റ്റ് ബോക്സ്, മിനി പാർട്ടി ഓപ്ഷൻ, ഇങ്ങനെ കസ്റ്റമറിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് പാക്കേജസ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് പാക്കേജസ് ഉണ്ടാക്കരുത്. 2 അല്ലെങ്കിൽ 3 ക്ലിയർ ആയുള്ളൊരു ഓപ്ഷൻ വേണം. കസ്റ്റമറിന് ഡിസിഷൻ എളുപ്പമായിരിക്കണം. അവർ അത് വേണോ ഇത് വേണോ എന്ന് ചിന്തിച്ച് അവസാനം ഒന്നുമില്ലാണ്ടാവും. ബിസിനസ്സിനും പ്രൊഡക്ഷനും എളുപ്പമായിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, പ്രൈസ് മാത്രം നോക്കരുത്. സീസണൽ ഓഫർ ഉണ്ടാക്കുമ്പോൾ പലരും ആദ്യം ചോദിക്കുന്നത് എത്ര പ്രൈസ് വെക്കണം. പക്ഷേ ശരിയായ ഒരു ചോദ്യം, ഈ ഓഫർ എനിക്ക് പ്രോഫിറ്റബിൾ ആണോ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഓർക്കണം. സെല്ലിംഗ് പ്രൈസ് മാത്രം നോക്കരുത്. കോസ്റ്റ്, പാക്കേജിംഗ്, ടൈം, ഡെലിവറി, വേസ്റ്റേജ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പ്രൈസിടാൻ. എല്ലാം കൺസിഡർ ചെയ്യണം.
ഫെസ്റ്റിവൽ സീസൺ ആണെന്ന് പറഞ്ഞ് ഡിസ്കൗണ്ട് കൊടുത്ത് ബിസി ആകുന്നത് ബിസിനസ് ഗ്രോത്ത് അല്ല. ബിസി അതിൻ്റെ കൂടെ ലോ പ്രോഫിറ്റും കൂടെ ആണെങ്കിലോ നമ്മൾ അതൊരു തെറ്റായ കോമ്പിനേഷനാണ്. അതുകൊണ്ട് സീസണൽ ഓഫർ ഉണ്ടാക്കുമ്പോൾ പ്രൈസ്, കോസ്റ്റ്, പ്രോഫിറ്റ്, കപ്പാസിറ്റി ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതിലൂടെ നമ്മൾ പോകണം. ഇനി അടുത്ത സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ ലിമിറ്റഡ് കപ്പാസിറ്റി. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് ഒരു ദിവസം 10 ഓർഡേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ 20 ഓർഡേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ഫെസ്റ്റിവൽ സീസണിൽ ആളുകൾ എക്സൈറ്റ്മെൻറ്റിൽ ഓർഡേഴ്സ് ധാരാളമായി അക്സെപ്റ്റ് ചെയ്യും. പിന്നെ കിച്ചണിലാകെ പ്രശ്നം, ക്വാളിറ്റിയോ കുറയും, ഡെലിവറി ഡിലേ ആവും, കസ്റ്റമറാ സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങളും എന്ത് സംഭവിക്കും? ഭയങ്കര എക്സോസ്റ്റഡ് ആവും. അതുകൊണ്ട് മാക്സിമം ഓർഡർ കപ്പാസിറ്റി മുൻകൂട്ടി തീരുമാനിക്കുക. ഉദാഹരണത്തിന് ഈ ഫെസ്റ്റീവ് പീരീഡിൽ ഞാൻ മാക്സിമം 20 ഓർഡേഴ്സ് മാത്രമേ എടുക്കൂ. ഇത് വീക്ക്നെസ് അല്ല, കപ്പാസിറ്റി മാനേജ്മെൻ്റ് ആണ്. ലിമിറ്റഡ് സ്ലോട്ട്സ് എന്നത് മാർക്കറ്റിംഗ് ട്രിക്കായി മാത്രം ഉപയോഗിക്കരുത്. യഥാർത്ഥ കപ്പാസിറ്റി അടിസ്ഥാനമാക്കിയുള്ള ലിമിറ്റ് ആയിരിക്കണം. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള അത്രയും ഓർഡർ മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ വളരെ കൺവീനിയൻ്റ് ആണ്. നെക്സ്റ്റ്, ഡെഡ് ലൈൻ ആൻഡ് പ്രോസസ്. ഫെസ്റ്റിവൽ ഓർഡറിന് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഉണ്ട്, കട്ട് ഓഫ് ഡേറ്റ്. ഉദാഹരണം, ഓർഡേഴ്സ് അക്സെപ്റ്റഡ് അണ്ടിൽ ഇന്ന ഡേറ്റ്. അതിനുശേഷം ഓർഡറുകൾ എടുക്കില്ല. കാരണം പ്രൊഡക്ഷൻ പ്ലാനിങ് വേണം, ഇൻഗ്രീഡിയൻസ് വാങ്ങണം, പാക്കേജിങ് അറേഞ്ച് ചെയ്യണം, ഇതെല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യണം. അതുകൊണ്ട് സീസണൽ ബിസിനസ്സിൽ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും പ്രൊഡക്ഷൻ ഡേറ്റും ഡെലിവറി പിക്കപ്പ് സ്ലോട്ട്സും ഇവ ക്ലിയർ ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ കഴിഞ്ഞും ബിസിനസ് തുടരണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഓണം കഴിഞ്ഞു, ഓർഡേഴ്സ് തീർന്നു, ബിസിനസ് ക്യാമ്പയിൻ തീർന്നു, ക്ലോസ്ഡ്. അങ്ങനെ ആകരുത്. ഫെസ്റ്റിവൽ ക്യാമ്പയിൻ്റെ റിയൽ വാല്യൂ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത്. കസ്റ്റമർ ഡീറ്റെയിൽസ് സേവ് ചെയ്യുക, ഫീഡ്ബാക്ക് വാങ്ങുക, ഫോട്ടോസ് കളക്ട് ചെയ്യുക, റിപ്പീറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കുക, നെക്സ്റ്റ് ഒക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു സീസണൽ കസ്റ്റമറിനെ റെഗുലർ കസ്റ്റമർ ആക്കുക, അതാണ് നമ്മുടെ മിടുക്ക്. അപ്പോൾ ഫെസ്റ്റിവൽ ഒരു വൺ ടൈം സെയിലല്ല. കസ്റ്റമർ അവരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. ഇനിയൊരു ഫ്രെയിം വർക്ക് വയ്ക്കാം. സ്ക്രീനിൽ നമ്മൾ ഒരു ഇതിലെഴുതി വയ്ക്കുക, ഒക്കേഷൻ. അത് കസ്റ്റമറിലേക്ക് പോകണം. അവിടുന്ന് അത് നീഡിലെ അവരുടെ ആവശ്യത്തിലേക്കും എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അവിടെ നമ്മളൊരു ഓഫർ കൊടുക്കണം. എന്ത് ഓഫർ നമുക്ക് കൊടുക്കാൻ സാധിക്കും, ആ ഓഫർ കൂടെ കൂട്ടി വേണം നമ്മൾ പ്രൈസ് ഇടാനായിട്ട്. അതിനുശേഷം നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടാക്കാൻ സാധിക്കും, ഇതെല്ലാം ഒരു ഡെഡ് ലൈൻ ഉണ്ടാകണം. പിന്നീടാണ് നമുക്ക് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നത്. എങ്ങനെ? ഫോളോ അപ്പിലൂടെ. ഈ ഫ്രെയിം വർക്ക് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. ഓണം കഴിഞ്ഞാലും ഇത് ഉപയോഗിക്കാം. ക്രിസ്മസ്, ന്യൂ ഇയർ, വളണ്ടിയേഴ്സ് ഡേ, ഈസ്റ്റർ, വിഷു, സ്കൂൾ റീഓപ്പണിംഗ്, വെഡ്ഡിംഗ് സീസൺ, ഏത് ഒക്കേഷൻ ആയാലും ഇതേ പ്രോസസ്സ് തന്നെ തുടരാൻ സാധിക്കും. അപ്പോൾ ഈ ഓണത്തിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യും. കൂടുതൽ ഓർഡേഴ്സ് കിട്ടണം എന്നല്ല, നല്ലൊരു സീസണൽ ബിസിനസ് ക്യാമ്പയിൻ എങ്ങനെ പ്ലാൻ ചെയ്യാം അത് നിങ്ങൾ ആദ്യം പഠിക്കണം. അതാണ് ഒരു ബേക്കറിൽ നിന്ന് ബിസിനസ് ഓണറിലേക്കുള്ള മാറ്റം. അങ്ങനെയെങ്കിൽ കമൻറ്റിൽ സീസണൽ എന്നെഴുതൂ. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ നെക്സ്റ്റ് ലെവലായി എനിക്ക് എത്ര ഓർഡേഴ്സ് എടുക്കണം, എത്ര പ്രോഫിറ്റ് വേണം, എപ്പോഴാണ് നോ പറയേണ്ടത് എന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ബിസിനസ് കാൽക്കുലേഷൻസ് നമുക്ക് നോക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് അങ്ങനെയെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യേണ്ടത് ആർക്കാണ്? ഇതുപോലെ നിങ്ങളെപ്പോലെ ആവശ്യമുള്ള ആൾക്കാർ ധാരാളം പേരുണ്ട്. അപ്പം അവരിങ്ങനെ ഹോം ബിസിനസ്സൊക്കെ ചെയ്യുന്ന അമ്മമാർ, വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാർ, ഇവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും വളരട്ടെ, നമുക്കൊന്നിച്ച് വളരാം. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് വളരാം. താങ്ക് യു.